വെൽക്കം ഓൾ. എല്ലാവർക്കും ഷുവർ ഷോട്ട് PSC ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് PSC ബുള്ളറ്റിൽ കൊടുത്തിരിക്കുന്ന 20ഓളം ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. അപ്പോൾ ഇംഗ്ലീഷിന് 10 മാർക്കേ ഉള്ളൂ എന്ന് കരുതി ആരും ഇംഗ്ലീഷ് ഒഴിവാക്കരുത്. വളരെ പ്രധാനമാണ്. ഇപ്പോൾ റാങ്ക് മേക്കിംഗ് സബ്ജക്റ്റായിട്ട് മാറാനായിട്ട് കഴിയുന്നത് ഇംഗ്ലീഷിനാണ്. അതുകൊണ്ട് ഇംഗ്ലീഷിന് അതിൻ്റേതായ പ്രാധാന്യം കൊടുത്തു തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഗോൾഡ് ഈസ് ഡാഷ് ദാൻ ഓൾ അതർ മെറ്റൽസ്. ഗോൾഡ് ഈസ് ഡാഷ് ദാൻ ഓൾ അതർ മെറ്റൽസ്. അപ്പോൾ ഇവിടെ നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. മോസ്റ്റ് അട്രാക്റ്റീവ്, അട്രാക്റ്റിംഗ്, മോർ അട്രാക്റ്റീവ്, അട്രാക്റ്റീവ്. അപ്പോൾ ഇതെന്താണ്? ഇത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ 3 എണ്ണം. ഏതൊക്കെയാണ്? പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പോൾ ഇവിടെ ഗോൾഡിനെ മറ്റു മെറ്റൽസിനോട് എന്ത് ചെയ്യാണ്? കമ്പയർ ചെയ്യാണ് അല്ലേ. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ കമ്പാരിറ്റീവ് ഡിഗ്രി ഏതാണ്? മോർ ആണോ മോസ്റ്റ് അട്രാക്റ്റീവ് ആണോ കമ്പാരിറ്റീവ് ഡിഗ്രി? മോർ അട്രാക്റ്റീവ് ആണെന്ത്? കമ്പാരിറ്റീവ് ഡിഗ്രി. അപ്പോൾ അട്രാക്റ്റീവ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഡിഗ്രിയാണ്. മോർ അട്രാക്റ്റീവ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. മോസ്റ്റ് അട്രാക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? അത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യം എന്താണ്? ഇവിടെ കമ്പയർ ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. ഇപ്പോൾ ഗോൾഡ് ഈസ് മോർ അട്രാക്റ്റീവ് ദാൻ ഓൾ അതർ മെറ്റൽസ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ആൻസർ? ഇവിടെ ദാൻ എന്ന് പറയുന്നൊരു വേർഡുണ്ട്. ഇപ്പോൾ ദാൻ വരുന്നത് എപ്പോഴും കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെയും കണ്ടുപിടിക്കാം. ഇപ്പോൾ ഗോൾഡ് ഈസ് മോർ അട്രാക്റ്റീവ് ദാൻ ഓൾ അതർ മെറ്റൽസ്. ഇപ്പോൾ മറ്റുള്ള മെറ്റൽസിനേക്കാൾ വളരെ അട്രാക്റ്റീവ് ആണ് എന്ന് പറയുന്നത് ഗോൾഡ്, സ്വർണം. ഓക്കെ ആണല്ലോ. അടുത്തത് രണ്ടാമത്തെ ചോദ്യം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ മസ്കുലിൻ ജെൻഡർ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഏതാണ് മസ്കുലിൻ ജെൻഡർ? എന്താണ് മസ്കുലിൻ ജെൻഡർ എന്ന് വെച്ചാൽ ഇപ്പോൾ മെയിൽ ഏതാണ്? ഇപ്പോൾ മെയിൽ മസ്കുലിൻ ജെൻഡർ, ഫീമെയിൽ ആണെങ്കിൽ ഫെമിനൈൻ ജെൻഡർ എന്നാണ് പറയുന്നത്. ഇപ്പോൾ താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതാണ് മസ്കുലിൻ ജെൻഡർ? ഓപ്ഷൻ ഹെയ്ഫർ, മെയർ, ഈവ്, വിസാഡ്. അപ്പോൾ ഇതിലേതാണ് മസ്കുലിൻ ജെൻഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ? വിസാഡാണ്. ഏതാണ്? വിസാഡാണ്. എന്താണ് വിസാഡ് എന്ന് വെച്ചാൽ? മന്ത്രവാദി. ഇപ്പോൾ വിസാഡ് എന്ന് വെച്ചാൽ മെയിലാണ്, മന്ത്രവാദി. അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് വിച്ചാണ്. എന്താണ് വിച്ച് എന്ന് വെച്ചാൽ? മന്ത്രവാദിനി. വിസാഡിൻ്റെ ഓപ്പോസിറ്റാണ് വിച്ച്. വിച്ച് ഫീമെയിലാണ്, ഫെമിനൈൻ ആണല്ലോ. അപ്പോൾ മന്ത്രവാദിനി നമ്മൾ പറയാറുണ്ട്. ഇനി ഹെയ്ഫർ, ആ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഹെയ്ഫർ ഉണ്ടല്ലോ. എന്താണ് ഹെയ്ഫർ എന്ന് വെച്ചാൽ? നമ്മൾ പശുക്കിടാങ്ങൾ അല്ലെങ്കിൽ പശുക്കുട്ടിയാണെന്ന് വിളിക്കുന്ന ഹെയ്ഫർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് ഫീമെയിലാണല്ലോ. അടുത്തത് മെയറാണ്. മെയർ എന്ന് പറയുന്നത് ഹോഴ്സിൻ്റെ ഫീമെയിലാണ്. കുതിരയുണ്ടല്ലോ ഹോഴ്സ്, ഹോഴ്സിൻ്റെ ഫീമെയിലാണ് മെയർ. ഇനി ഹെയ്ഫറിൻ്റെ മെയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് ബുള്ളാണ്. ഏതാണ്? ബുള്ളാണ്. ഓക്കെ ആണല്ലോ. ഇനി ഈവ് ഉണ്ടല്ലോ. ഈവ് എന്ന് പറയുന്നത് എന്താണ്? ഈവ് എന്ന് പറയുന്നത് പെണ്ണാടാണ്. ഈവ് എന്ന് പറയുന്നത് പെണ്ണാടിനെയാണ് ഈവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് മുട്ടനാടാണല്ലോ. അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? റാമാണ്. ഏതാണ്? റാമാണ്. RAM ആണ്, റാം. അപ്പോൾ ഇത്രയും ഓക്കെ ആണല്ലോ. ഇപ്പോൾ ഹെയ്ഫർ എന്ന് പറയുന്നത് പശുക്കുട്ടിയാണ്. അതിൻ്റെ മെയിൽ എന്ന് പറയുന്നത് ബുള്ളാണ്. ഇനി മെയർ എന്ന് പറയുന്നത് ഹോഴ്സാണ്. ഹോഴ്സിൻ്റെ ഫെമിനൈൻ ജെൻഡറാണ്. ഇനി ഈവ് എന്ന് പറയുന്നത് ഏതിൻ്റെ ഫെമിനൈൻ ജെൻഡറാണ്? റാമിൻ്റെ ഫെമിനൈൻ ജെൻഡറാണ്. ഇനി വിസാഡാണ് ഈ താഴെ തന്നിരിക്കുന്നതിൽ മസ്കുലിൻ ജെൻഡർ ആയിട്ടുള്ളത്, മെയിലായിട്ടുള്ളത്. ഇനി വിസാഡിൻ്റെ പെണ്ണ് ഏതാണെങ്കിൽ ഫീമെയിൽ ഏതാണ്? അത് വിച്ചാണ്. വിസാഡിൻ്റെ ഫീമെയിൽ വിച്ചാണെന്ന് ഓർത്തിരിക്കാം. ഓക്കെ ആണല്ലോ. ഇനി മൂന്നാമത്തെ ചോദ്യം. ദ ഫെമിനൈൻ ജെൻഡർ ഓഫ് ലാഡ്. ഇപ്പോൾ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ലാഡ് എന്നതിൻ്റെ ഫെമിനൈൻ ജെൻഡർ ഫീമെയിൽ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ലാഡെന്ന് വെച്ചാൽ എന്താണ്? ലാഡെന്ന് വെച്ചാൽ പയ്യൻ, ബാലൻ എന്നൊക്കെയാണ് ലാഡിൻ്റെ മീനിങ്. അപ്പോൾ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പെൺകുട്ടി എന്ന് പറയുന്നത് ഏതാണ് താഴെ തന്നിരിക്കുന്നത്? ലാസ് ആണ്. ഇപ്പോൾ ലാഡിൻ്റെ ഓപ്പോസിറ്റ് ലാസ് ആണ്. ലാഡിൻ്റെ ഓപ്പോസിറ്റ് ലാസ് ആണ്. ഓക്കെ ആണല്ലോ. ലോഡെന്ന് വെച്ചാൽ എന്താണ്? ലോഡെന്ന് വെച്ചാൽ ദൈവം എന്നാണ്, ഗോഡ് എന്നാണ്. ലേഡി എന്ന് വെച്ചാൽ എന്താണ്? സ്ത്രീ എന്നാണ്. ഈവ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? പെണ്ണാട്, ഈവ്. ഇപ്പോൾ ഏതാണ് വരുന്നത്? ലാഡിൻ്റെ ഓപ്പോസിറ്റ് ലാസ് ആണ്, പെൺകുട്ടി. ഇനി ദ സ്നേക്ക് ക്രോൾഡ് ഡാഷ് ഇറ്റ്സ് ഹോൾ. അടുത്ത ചോദ്യം എന്താണ്? ദ സ്നേക്ക് ക്രോൾഡ് ഡാഷ് ഇറ്റ്സ് ഹോൾ. ഒരു പാമ്പ് എന്ത് ചെയ്തു? ക്രോൾ ചെയ്ത് ഇഴഞ്ഞ് അതിൻ്റെ ഹോളിനുള്ളിലേക്ക് കയറി, ഹോളിനകത്തേക്ക് കയറി എന്ന് പറഞ്ഞു. ഇപ്പോൾ അകത്തേക്ക് എന്നതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രിപ്പോസിഷനാണ് ചോദിക്കുന്നത്. ഇപ്പോൾ പ്രിപ്പോസിഷൻ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇൻ ടു, ഇൻ, അണ്ടർ, ബൈ.
അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ആൻസർ എന്ന് വെച്ചാൽ ഇൻറ്റു ആണ്. അപ്പോൾ ഇൻറ്റു എന്ന് വെച്ചാൽ എന്താണ്? അതിനുള്ളിലേക്ക്. അപ്പോൾ ഉള്ളിലേക്ക് എന്ന് പറയുന്നത് ഇൻറ്റു ആണ്. ദ സ്നേക്ക് ക്രോൾഡ് ഇൻറ്റു ഇറ്റ്സ് ഹോൾ. അപ്പോൾ ഇൻ വരില്ല. ഇൻ വരാത്തതിൻ്റെ കാരണം എന്താണ്? ഇന്നെന്ന് വെച്ചാൽ ഉള്ളിലെന്നാണ് മീനിങ്. ഉള്ളിലേക്ക് ഇഴഞ്ഞു പോയി എന്നാണ് വരേണ്ടത്. അപ്പോൾ ആൻസർ ഏതാണ്? ദ സ്നേക്ക് ക്രോൾഡ് ഇൻറ്റു ഇറ്റ്സ് ഹോൾ എന്നാണ്. ഓക്കെ ആണല്ലോ. 5ാമത്തെ ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഡാഷ് ബുക്ക് യു വാണ്ട് ഈസ് ഔട്ട് ഓഫ് പ്രിൻറ്റ്. ഇപ്പോൾ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ദ, സം, എ, ആൻ. ഇപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ആർട്ടിക്കിൾസ് ആണ്. ഇപ്പോൾ ഇംഗ്ലീഷിൽ ആർട്ടിക്കിൾസ് ഉണ്ടല്ലോ 3 ഏതൊക്കെയാണ്? എയും ആനും ദായുമാണ് ഇംഗ്ലീഷിൽ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ട കറക്റ്റ് ആർട്ടിക്കിൾ ഏതാണ്? ദായാണ്. ദ ബുക്ക് യു വാണ്ട് ഈസ് ഔട്ട് ഓഫ് പ്രിൻറ്റ്. എന്താണ് കാരണം? അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഏത് ബുക്കാണോ ആ ബുക്കിനെ പറ്റി എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ദ ബുക്ക് യു വാണ്ട് ഈസ് ഔട്ട് ഓഫ് പ്രിൻറ്റ്. നിങ്ങൾക്ക് വേണ്ട ആ ബുക്ക് എന്താണ്? ഔട്ട് ഓഫ് പ്രിൻ്റ് ആണ്. ഇപ്പോൾ അത് ലഭ്യമല്ല. അപ്പോൾ അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ദ എന്ന് തന്നെ നമ്മൾ പറയുന്നത്. ദ ബുക്ക് യു വാണ്ട് ഈസ് ഔട്ട് ഓഫ് പ്രിൻറ്റ്. അങ്ങനെ ഏതെങ്കിലും വസ്തുക്കൾ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത്? ദായാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ദ ബുക്ക്, ദ പെൻ. ഓക്കെ, അങ്ങനെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ എയും ആനും ഉപയോഗിക്കുന്നതാണ്. ഏതോ ഒന്ന് എന്ന് പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? എയോ ആനോ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എ കൺസണൻറ്റ് സൗണ്ടിൻ്റെ കൂടെയും ആൻ വവൽ സൗണ്ടിൻ്റെ കൂടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം. ഇപ്പോൾ എ ബുക്ക് യു വാണ്ട് ഈസ് ഔട്ട് ഓഫ് പ്രിൻ്റ് എന്ന് വെച്ചാൽ ഏതോ ഒരു ബുക്ക് എന്നാണ്. പക്ഷേ ഇവിടെ വേണ്ടതാണ് നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ? ആ ബുക്ക് തന്നെയാണ്. ദ ബുക്ക് യു വാണ്ട് ഈസ് ഔട്ട് ഓഫ് പ്രിൻ്റ്. അടുത്ത ചോദ്യം, 6ാമത്തെ ചോദ്യം. ഐ വിൽ മീറ്റ് യു ഡാഷ്. അപ്പോൾ അവിടെ 4 ഓപ്ഷൻ ഉണ്ട്. ബിറ്റ്വീൻ 4 PM to 5 PM, ബിറ്റ്വീൻ 4 PM and 5 PM, ഫ്രം 4 PM and 5 PM, അറ്റ് 4 PM and 5 PM. അപ്പോൾ ഇവിടെ വേണ്ടതാണ് ഞാൻ നിങ്ങളെ മീറ്റ് ചെയ്യാം. അപ്പോൾ ഏതൊക്കെ സമയത്തിന് ഇടയ്ക്കാണ്? 4നും 5നും ഇടയ്ക്ക് എന്നാണ് വരേണ്ടതല്ലേ? അപ്പോൾ ഇടയ്ക്ക് എന്നതിന് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് ബിറ്റ്വീൻ ആണ്. അപ്പോൾ ആ സമയത്തിന് ഇടയ്ക്ക് ബിറ്റ്വീൻ 4 PM and 5 PM ആണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ എ ഓപ്ഷൻ എന്തുകൊണ്ട് വരുന്നില്ല? ബിറ്റ്വീൻ തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. പക്ഷേ 4 PM to 5 PM എന്നാണ്. 4 PM മുതൽ 5 PM വരെ എന്നതല്ല നമുക്ക് വേണ്ടത്, അതിനിടയ്ക്കുള്ള സമയമാണ് അല്ലേ? അതുകൊണ്ടാണ് ഇത് വന്നത് ബിറ്റ്വീൻ 4 PM and 5 PM വന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് 7ാമത്തെ ചോദ്യം. രാജു ഈസ് എ ഹേറ്റർ ഓഫ് ലേണിംഗ് ആൻഡ് നോളജ്. ഇപ്പോൾ രാജു എന്ന് പറയുന്ന വ്യക്തി ബുക്കുകൾ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ അറിവ് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ നോളജ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നോളജ് അല്ലെങ്കിൽ അറിവുകൾ ഇഷ്ടപ്പെടാത്ത വ്യക്തികളെ വിളിക്കുന്ന പേരാണ് താഴെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള 1 വേർഡാണ് ചോദിച്ചുള്ളത്. ഇപ്പോൾ 4 ഓപ്ഷൻ ഉണ്ട്. മിസോളജിസ്റ്റ്, ബിബ്ലിയോഫൈൽ, മിസാൻത്രോപ്പ്, മിസോഗൈനിസ്റ്റ്. അപ്പോൾ ഇത് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ചോദ്യമാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ബുക്കുകളെ അല്ലെങ്കിൽ നോളജിനെ ഇഷ്ടപ്പെടാത്ത വ്യക്തി എന്തെന്ന് വിളിക്കും? എന്താണ് വിളിക്കുന്നത്? മിസോളജിസ്റ്റ്. എന്താണ്? മിസോളജിസ്റ്റ്. അപ്പോൾ മിസോളജിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഹേറ്റർ ഓഫ് ലേണിംഗ് ആൻഡ് നോളജ്. അപ്പോൾ പഠനം അല്ലെങ്കിൽ അറിവ് ഇഷ്ടപ്പെടാത്ത വ്യക്തിയാണ് എന്ത് വിളിക്കുന്നത്? മിസോളജിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള 4 ഓപ്ഷൻ കൂടി നോക്കിക്കഴിഞ്ഞാൽ ബിബ്ലിയോഫൈൽ. എന്താണ് ബിബ്ലിയോഫൈൽ എന്ന് വെച്ചാൽ? ലവർ ഓഫ് ബുക്ക്, ബുക്കുകളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് എന്ത് വിളിക്കുന്നത്? ബിബ്ലിയോഫൈൽ എന്ന് വിളിക്കുന്നത്. ഇനി മിസാൻത്രോപ്പ് ഉണ്ട്. എന്താണ് മിസാൻത്രോപ്പ് എന്ന് വെച്ചാൽ? ഹേറ്റ്സ് ഹ്യൂമൻ കൈൻഡ്. ഇപ്പോൾ ഹ്യൂമൻ കൈൻഡിനെ വെറുക്കുന്ന വ്യക്തികളാണെന്ന് വിളിക്കുന്ന മിസാൻത്രോപ്പ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ മനുഷ്യരെ വെറുക്കുന്നവരെയാണെന്ന് വിളിക്കുന്നത് മിസാൻത്രോപ്പ്. അപ്പോൾ മനുഷ്യഗണത്തെ വെറുക്കുന്നവരെയാണ് മിസാൻത്രോപ്പ് എന്ന് വിളിക്കുന്നത്. ഇനി മിസോഗൈനിസ്റ്റ് ഉണ്ട്. എന്താണ് മിസോഗൈനിസ്റ്റ്? അപ്പോൾ അത് ഹേറ്റ്സ് വുമൺ, പേഴ്സൺ ഹു ഹേറ്റ്സ് വുമൺ ആണ്. എന്താണ്? സ്ത്രീകളെ വെറുക്കുന്ന പേഴ്സൺ ഹു ഹേറ്റ്സ് വിമൺ. അപ്പോൾ സ്ത്രീകളെ വെറുക്കുന്ന വ്യക്തികളാണെന്ന് വിളിക്കുന്ന മിസോഗൈനിസ്റ്റ്. ഇപ്പോൾ 4ഉം പഠിച്ചു വെച്ചേക്കുക. അടുത്ത 8ാമത്തെ ചോദ്യം. എ വൈഡ് റോഡ് വിത്ത് ട്രീസ് ഓൺ എയ്തർ സൈഡ് ഈസ് കോൾഡ്. ഇപ്പോൾ ഒരു വിശാലമായ റോഡ്, അതിൻ്റെ 2 സൈഡിലും എയ്തർ സൈഡ്, 2 സൈഡിലും എന്തുണ്ട്? മരങ്ങൾ വെച്ച് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 സൈഡിൽ മരങ്ങളുള്ള ആ റോഡിനെ എന്താണ് നമ്മൾ വിളിക്കുന്നതെന്നാണ് ചോദ്യം. അതിനെ നമ്മൾ വിളിക്കുന്നത് അവന്യൂ എന്നാണ്. എന്താണ്? അവന്യൂ. എ വൈഡ് റോഡ് വിത്ത് ട്രീസ് ഓൺ എയ്തർ സൈഡ് ഈസ് കോൾഡ് അവന്യൂ. ഓക്കെ ആണല്ലോ. അവന്യൂ എന്ന് വിളിക്കാറുണ്ട്. ഇനി 9ാമത്തെ ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ ദ സ്ട്രൈക്ക് വാസ് ഡാഷ് ആഫ്റ്റർ ദ മിനിസ്റ്റേഴ്സ് അഷ്വറൻസ്. അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. കോൾഡ് അപ്പ്, കോൾഡ് ഓഫ്, കോൾ ഫോർ, കോൾഡ് അപ്പോൺ. ഇപ്പോൾ ഇവിടെ ഏതാണ്? ഫ്രൈസൽ വെർബാണ് ചോദ്യം. ഇപ്പോൾ ഫ്രൈസൽ വെർബ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? ദ സ്ട്രൈക്ക് വാസ് ഡാഷ് ആഫ്റ്റർ ദ മിനിസ്റ്റേഴ്സ് അഷ്വറൻസ്. ഇപ്പോൾ മിനിസ്റ്റർ അഷ്വർ ചെയ്തതിനാൽ, മിനിസ്റ്റർ ഉറപ്പ് നൽകിയതിനാൽ സ്ട്രൈക്ക്, സമരം എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു എന്നാണ് പറയേണ്ടത്. അപ്പോൾ ക്യാൻസൽ ചെയ്യുക എന്നതിന് പകരമായിട്ടുള്ള
ഫ്രൈസൽ വെർബ് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുക എന്നതിന് മീനിങ് വരുന്ന ഫ്രൈസൽ വെർബ് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ അത് കോൾഡ് ഓഫ് ആണ്. കോൾഡ് ഓഫ് ആണ്. എന്താണ്? ക്യാൻസൽ ചെയ്യുക, കോൾ ഓഫ് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക. ദ സ്ട്രൈക്ക് വാസ് കോൾഡ് ഓഫ് ആഫ്റ്റർ ദ മിനിസ്റ്റേഴ്സ് അഷുറൻസ്. ഇപ്പോൾ മിനിസ്റ്റർ, മന്ത്രി ഉറപ്പ് നൽകിയതിനാൽ സമരം എന്ത് ചെയ്തു? കോൾഡ് ഓഫ് ചെയ്തു, ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ കോൾഡ് ഓഫ് എന്ന് വെച്ചാൽ എന്താണ്? ക്യാൻസലാണ്. അടുത്ത് നോക്കാം. വെൻ ഐ വാസ് എ ചൈൽഡ് ഐ ഡാഷ് ടു സ്കൂൾ എവരി ഡേ. ഇപ്പോൾ ഞാനൊരു കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ എന്താണ്? എല്ലായ്പ്പോഴും സ്കൂളിൽ എന്താണ്? നടന്നാണ് പോയിരുന്നത് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ഹാബിറ്റാണല്ലേ പറയുന്നത്, ഒരു ശീലമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പാസ്റ്റിൽ നടന്ന അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തിൽ നടന്ന ഒരു ഹാബിറ്റിനെ പറ്റി പറയാൻ, ഒരു ശീലത്തെ പറ്റി പറയാനാണ് നമ്മൾ ടെൻസ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആ ടെൻസ് ഇവിടെ എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണല്ലേ. ടെൻസാണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ എന്ത് ഉപയോഗിക്കാം? നമുക്ക് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വാക്ക്ഡ് ആണ് ആൻസർ. ഏതാണ്? വാക്ക്ഡ്. സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് ആണെന്ത്? സിമ്പിൾ പാസ്റ്റ്. അപ്പോൾ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വെൻ ഐ വാസ് എ ചൈൽഡ് ഐ വാക്ക്ഡ് ടു സ്കൂൾ എവരി ഡേ. ഓക്കെ ആണല്ലോ. ഇനി പ്രസൻറ്റിൽ അല്ലെങ്കിൽ വർത്തമാനകാലത്തിൽ നമ്മൾ പതിവായി ചെയ്യുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ ഏത് ഉപയോഗിക്കുന്നു? അവിടെ സിമ്പിൾ പ്രസൻ്റ് ആണല്ലോ ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് വേണ്ടത് സിമ്പിൾ പാസ്റ്റ് ആണ്. അതുകൊണ്ട് ഏത് വന്നു? വാക്ക്ഡ്. വെൻ ഐ വാസ് എ ചൈൽഡ് ഐ വാക്ക്ഡ് ടു സ്കൂൾ എവരി ഡേ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇഫ് യു കെയിം ടു മീ ഡാഷ്. ഇപ്പോൾ ഇവിടെ ഇഫ് ക്ലോസ് ആണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇഫ് ക്ലോസിൻ്റെ 3 കണ്ടീഷൻ അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ഇഫിൻ്റെ കൂടെ വരുന്നത് സിമ്പിൾ പ്രസൻ്റ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ നമ്മൾ വിൽ പ്ലസ് V1 ഉപയോഗിക്കും. ഏതാണ്? വിൽ പ്ലസ് V1 ഉപയോഗിക്കും. ഇനി ഇഫിൻ്റെ കൂടെ വരുന്നത് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിലോ മെയിൻ ക്ലോസിൽ നമ്മൾ വുഡ് പ്ലസ് V1 ഉപയോഗിക്കും. ഏതാണ്? വുഡ് പ്ലസ് V1 ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഇഫിൻ്റെ കൂടെ വരുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ, പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് വെച്ചാൽ ഹാഡ് പ്ലസ് V3 വരുന്ന ടെൻസിനെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ പാസ്റ്റ് പെർഫെക്റ്റ് വന്നാൽ നമ്മൾ വുഡ് ഹാവ് പ്ലസ് V3 ആണ് ഉപയോഗിക്കുന്നത്. വുഡ് ഹാവ് പ്ലസ് V3. ഇപ്പോൾ ഇവിടെ നോക്കണം, ഇഫിൻ്റെ കൂടെ വന്നിരിക്കുന്നത് ടെൻസ് ആണ് നോക്കുക. ഇഫ് യു കെയിം, കെയിം എന്ന് പറയുന്നത് V2 ആണല്ലേ. കം, കെയിം, കം. ഇപ്പോൾ കം, കെയിം, കം. ഇപ്പോൾ കെയിം എന്ന് പറയുന്നത് V2 ആണ്. ഇപ്പോൾ V2 വരുന്ന സെൻറ്റൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഇപ്പോൾ ഇഫിൻ്റെ കൂടെ സിമ്പിൾ പാസ്റ്റ് വന്നാൽ മെയിൻ ക്ലോസിൽ എന്ത് ഉപയോഗിക്കണം? വുഡ് പ്ലസ് V1. ഇപ്പോൾ ഇവിടെ ഏതാണ്? വുഡ് പ്ലസ് V1 ഓപ്ഷൻ എ ആണല്ലേ. അപ്പോൾ ഇഫ് യു കെയിം ടു മീ ഐ വുഡ് ഹെൽപ്പ് യു. ഐ വുഡ് ഹെൽപ്പ് യു. ഇഫ് യു കം ആയിരുന്നു വന്നിരുന്നെങ്കിൽ അവിടെ ഐ വിൽ ഹെൽപ്പ് യു എന്ന് വന്നേനെ. ഇവിടെ കെയിം ആണ്, V2 ആണ്. അതുകൊണ്ട് ഐ വുഡ് ഹെൽപ്പ് യു. സിമ്പിൾ പാസ്റ്റ് വന്നാൽ വുഡ് പ്ലസ് V1. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ദ മീനിങ് ഓഫ് എക്സോനറേറ്റ്. എന്താണ് എക്സോനറേറ്റ് എന്നതിൻ്റെ മീനിങ് എന്താണ്? ഇപ്പോൾ എക്സോനറേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ടു ക്ലിയർ എനിത്തിങ് റോങ് ഡൂയിങ്. ഓപ്ഷൻ ഡി ആണ്. ടു ക്ലിയർ എനിത്തിങ് റോങ് ഡൂയിങ് എന്ന് വെച്ചാൽ എന്താണ്? കുറ്റവിമുക്തനാക്കുക അല്ലെങ്കിൽ നിരപരാധിയായി പ്രഖ്യാപിക്കുക. അതൊക്കെയാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ടു ക്ലിയർ എനിത്തിങ് റോങ് ഡൂയിങ്. അപ്പോൾ നിരപരാധിയായിട്ട് പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ കുറ്റവിമുക്തനാക്കുക. അങ്ങനെയൊക്കെയാണ് മീനിങ് വരുന്നത്. എക്സോണറേറ്റ് പഠിച്ചു വെച്ചുക. അടുത്ത ചോദ്യം, ദ പോലീസ് ഈസ് എൻട്രസ്റ്റഡ് ഡാഷ് ദ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ലോ ആൻഡ് ഓർഡർ. ഇപ്പോൾ എൻട്രസ്റ്റഡ് ആണ്. ഇപ്പോൾ എൻട്രസ്റ്റഡിൻ്റെ കൂടെ വരുന്ന പ്രിപ്പോസിഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ എൻട്രസ്റ്റഡിൻ്റെ കൂടെ വരുന്ന പ്രിപ്പോസിഷൻ എപ്പോഴും വിത്താണ്. ഏതാണ്? വിത്താണ്. ഇപ്പോൾ ചില വാക്കുകളുണ്ടല്ലോ, ചില വാക്കുകളുടെ ഒപ്പം ചില പ്രിപ്പോസിഷൻ വരാറുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രിപ്പോസിഷൻ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ചോദ്യമാണ്. അപ്പോൾ ഇവിടെ എൻട്രസ്റ്റഡ് ആണ്. എൻട്രസ്റ്റഡിൻ്റെ കൂടെ വരുന്ന പ്രിപ്പോസിഷൻ വിത്താണ്. അപ്പോൾ എങ്ങനെ ആൻസർ വരും? ദ പോലീസ് ഈസ് എൻട്രസ്റ്റഡ് വിത്ത് ദ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ലോ ആൻഡ് ഓർഡർ. അപ്പോൾ അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ആ വാക്കിൻ്റെ കൂടെ വരുന്നതാണ്. എൻട്രസ്റ്റഡിൻ്റെ കൂടെ വരുന്നത് വിത്താണ്. ഇനി അടുത്ത ചോദ്യം, ദ വർക്ക് വാസ് ഡൺ ഡാഷ് ഹേസ്റ്റ്. ഇപ്പോൾ ആ ജോലി വളരെ ഹേസ്റ്റായിട്ട്, വളരെ പെട്ടെന്ന് ചെയ്തു എന്നാണ് പറയേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ വരുന്നത് ഇൻ ഹേസ്റ്റ് എന്നാണ്. എന്താണ്? ഇൻ ഹേസ്റ്റ് ആണ്. ദ വർക്ക് വാസ് ഡൺ ഇൻ ഹേസ്റ്റ്. ഇപ്പോൾ ഹേസ്റ്റിനൊപ്പം വന്നത് ഏതാണ്? ഇൻ എന്ന് പറയുന്ന പ്രൊപ്പോസിഷനാണ്. അപ്പോൾ ബാക്കിയൊന്നും അതുമായിട്ട് ചേർന്ന് വരില്ല. അപ്പോൾ ദ വർക്ക് വാസ് ഡൺ ഇൻ ഹേസ്റ്റ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ദിസ് ഈസ് ദ ബോയ് ഡാഷ് പോക്കറ്റ് വാസ് പിക്ഡ്. അപ്പോൾ ഏതാണോ ആ പയ്യൻ്റെ പോക്കറ്റ് എന്ത് ചെയ്തു? പോക്കറ്റ് അടിച്ചു അല്ലേ. പോക്കറ്റ് അടിച്ചു. ആരോ പോക്കറ്റ് അടിച്ചു എന്നാണ് പറയേണ്ടത്. ദിസ് ഈസ് ദ ബോയ് ആരുടേതാണോ എന്നാണ് പറയേണ്ടത് അല്ലേ. അപ്പോൾ ആരുടേതാണോ എന്ന് പറയാൻ ഇവിടെ ഏതാണ് വയ്ക്കുന്നത്? ഹൂസ് ആണ്. ഏതാണ്? ഹൂസ് ആണ്. ദിസ് ഈസ് ദ ബോയ് ഹൂസ് പോക്കറ്റ് വാസ് പിക്ഡ്. ഓക്കെ ആണല്ലോ. ആരുടെ പോക്കറ്റാണ് പോക്കറ്റ് അടിക്കപ്പെട്ടത്? ആ ബോയുടേതാണ്. അതുകൊണ്ടാണ് ആരുടെ എന്ന് വന്നത് ഹൂസ്. ഓക്കെ അല്ലേ.
ഇപ്പോൾ ഇവിടെ ആര് എന്നാണ് വന്നിരുന്നെങ്കിൽ നമ്മൾ ഹൂ ഉപയോഗിച്ചതിനെ. ഇപ്പോൾ ഇവിടെ ആരുടെ എന്ന മീനിങ് ആണ് ഹൂസ് ഉപയോഗിച്ചത്. വിച്ച് ഏതാണോ എന്ന് പറയാൻ നമ്മളേതാണ് വിച്ച് ഉപയോഗിക്കും. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഇഫ് ഐ ഹാഡ് ഗോൺ ഫോർ ദ ഇൻ്റർവ്യൂ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇഫ് ക്ലോസ് ആണ്. ഇപ്പോൾ ഇഫിൻ്റെ കൂടെ ഇവിടെ വന്നിരിക്കുന്നതാണ് ഹാഡ് വന്നിട്ടുണ്ട്, V3 വന്നിട്ടുണ്ടല്ലേ, ഹാഡ് ഗോൺ. ഇപ്പോൾ ഗോ വെൻറ്റ് ഗോൺ, ഹാഡ് ഗോൺ. അപ്പോൾ അങ്ങനെ വന്നാൽ ഇഫിൻ്റെ കൂടെ ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 വരണമെന്ന് നമ്മൾ പറഞ്ഞു. വുഡ് ഹാവ് പ്ലസ് V3. അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ? ഐ വുഡ് ഹാവ് ഗോട്ട് ദ ജോബ്. ആൻസർ ബി ആണ്. ഐ വുഡ് ഹാവ് ഗോട്ട്. വുഡ് വന്നു, ഹാവ് വന്നു, V3 വന്നു, ഗോട്ട്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഈസ് റോങ്? താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസുകളിൽ തെറ്റായ സെൻറ്റൻസ് ഏതാണ്? ഇപ്പോൾ ഇവിടെ 4 സെൻറ്റൻസ് ഉണ്ട്. ഇതിൽ തെറ്റ് ഏതാണ്? മൈ അങ്കിൾ വെൻറ്റ് എബ്രോഡ് ലാസ്റ്റ് വീക്ക്. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് അങ്കിൾ എന്ത് ചെയ്തു? വിദേശത്തേക്ക്. എബ്രോഡ് എന്താണ്? വിദേശത്തേക്ക് പോയി. തെറ്റൊന്നുമില്ല. ഹി വാസ് ഇൻ എ ഹറി ടു ഗോ ടു ഓഫീസ്. ഇപ്പോൾ ഓഫീസിൽ പോകാനായിട്ട് അയാൾ വളരെ പെട്ടെന്ന്, വളരെ തിരക്കായിരുന്നു. അതിലും മിസ്റ്റേക്കൊന്നുമില്ല. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഇപ്പോൾ വർക്ക് ഹാർഡ്, ഇപ്പോൾ വർക്കാണ് വന്നിരിക്കുന്നത്, V1 ആണ്. അതുകൊണ്ട് മെയിൻ ക്ലോസിൽ വില്ല് വരണം. ഇപ്പോൾ വില്ല് വന്നിട്ടുണ്ട്, അവിടെ തെറ്റൊന്നുമില്ല. അടുത്തത് നോക്കാം. നോ സൂണർ ഹാഡ് ഹി റീച്ച്ഡ് ദ ഹോം വെൻ ദ ലൈറ്റ് വെൻറ്റ് ഔട്ട്. ഇപ്പോൾ ഇവിടെ നോക്കിയാണ്, നോ സൂണർ വന്നു കഴിഞ്ഞാൽ അവിടെ വെൻ അല്ല ഉപയോഗിക്കേണ്ടത്, പകരം ദാൻ ആണ് ഉപയോഗിക്കേണ്ടത്. പഠിച്ചു വെച്ചേക്കുക. നോ സൂണർ ദാൻ. നോ സൂണർ വന്നു കഴിഞ്ഞാൽ ദാൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ നോ സൂണർ ഹാഡ് ഹി റീച്ച്ഡ് ദ ഹോം ദാൻ ദ ലൈറ്റ് വെൻറ്റ് ഔട്ട്. അപ്പോൾ അവിടെ വെന്നിന് പകരം ഏതാണ് ഉപയോഗിക്കേണ്ടത്? ദാൻ ആണ്. അപ്പോൾ ആ സെൻറ്റൻസ് ആണ് മിസ്റ്റേക്ക് ആയിട്ടുള്ള സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നുണ്ട്, ഹാർഡ്ലി ആണ് വന്നിരുന്നെങ്കിൽ അവിടെ നമ്മൾ വെൻ ഉപയോഗിച്ചേനെ. ഹാർഡ്ലി ഹാഡ് ഹി റീച്ച്ഡ് ദ ഹോം വെൻ ദ ലൈറ്റ് വെൻറ്റ് ഔട്ട്. അങ്ങനെ വന്നിരുന്നെങ്കിൽ ശരിയാണ്. നോ സൂണർ വന്നാൽ അവിടെ ദാൻ ആണ് ഉപയോഗിക്കേണ്ടത് എന്ന് എപ്പോഴും ഓർത്തിരിക്കണം. അത് പലപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. അടുത്ത ചോദ്യം, കിഷോർ ഈസ് സ്റ്റഡിയിങ് ഹാർഡ് ബട്ട് യു ആർ. അപ്പോൾ അവിടെ കിഷോർ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ അങ്ങനെ അല്ല. അവിടെ ഒരു ബട്ട് വന്നിട്ടുണ്ട്. ബട്ട് അതിനുശേഷം ഒരു നെഗറ്റീവ് ആണല്ലോ പറയേണ്ടത്. അവിടെ നെഗറ്റീവ് ഏതാണ്? നെഗറ്റീവ് എന്ന് പറയുന്നത് നോട്ടാണ്. കിഷോർ ഈസ് സ്റ്റഡിയിങ് ഹാർഡ് ബട്ട് യു ആർ നോട്ട്. പക്ഷേ നിങ്ങൾ അങ്ങനെ അല്ല, അല്ലെ, യു ആർ നോട്ട്. അത് പെട്ടെന്ന് കിട്ടുന്നതാണ്. അടുത്ത ചോദ്യം, ഷീ ഹാസ് 2 ഹൗസസ് ഇൻ ദി സ്ട്രീറ്റ് ആൻഡ് ദ ഹൗസ് ഓവർ ദെയർ ഈസ് ഓൾസോ. അപ്പോൾ അവൾക്കിവിടെ 2 വീടുണ്ട്. അപ്പോൾ അവിടെയുള്ള ആ കാണുന്ന വീടും അവളുടേതാണ്. അപ്പോൾ അവിടെ ഒരു പൊസസീവ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്, അല്ലേ. അപ്പോൾ അവിടെ ആൻസറായിട്ട് വരുന്നത് ഹേഴ്സ് ആണ്. ഏതാണ്? ഹേഴ്സ് ആണ്. ഷീ ഹാസ് 2 ഹൗസ് ഇൻ ദി സ്ട്രീറ്റ് ആൻഡ് ദ ഹൗസ് ഓവർ ദെയർ ഈസ് ഓൾസോ ഹേഴ്സ്. അവളുടേത് തന്നെയാണ് എന്നൊരു പൊസസീവ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. അത് ഏതാണ്? ഹേഴ്സ് ആണ് വരുന്നത്. ഓക്കെ. അടുത്തത്, ഫോർ ദ ലാസ്റ്റ് 6 months ഹി ഡാഷ് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് ഫോർ ആസ്മ. ഇപ്പോൾ കഴിഞ്ഞ 6 മാസങ്ങളായി അയാൾ എന്ത് ചെയ്യാണ്? ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് നടത്തിയാണ്. ആസ്മയ്ക്ക് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് നടത്തിയാണ്. അപ്പോൾ ഇവിടെ പറയേണ്ടത് പാസ്റ്റിൽ സംഭവിച്ചൊരു കാര്യം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്റിൽ സംഭവിച്ചൊരു കാര്യം ഇപ്പോഴും അയാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഏതാണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇപ്പോൾ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബിൻ്റെ ING ഫോം വരുന്ന സെൻറ്റൻസ് ആണ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ? ഹാസ് ബീൻ ടേക്കിംഗ്. ഹാസ് വന്നു, ബീൻ വന്നു, ING ഫോമായ ടേക്കിംഗ് വന്നു. അപ്പോൾ അവിടെ ഏതാണ് ആൻസർ? ഹാസ് ബീൻ ടേക്കിംഗ്. ഫോർ ദ ലാസ്റ്റ് 6 months ഹി ഡാഷ് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് ഫോർ ആസ്മ. അങ്ങനെ പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ടെൻസാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഏതാണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ടാണ് ഏത് വന്നത്? ഹാസ് ബീൻ ടേക്കിംഗ് വന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള 20 ചോദ്യങ്ങൾ. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ക്ലാസ്സുകൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.